ഹായ് ഗായ്സ്. ഇന്ന് വെറൈറ്റി എപ്പിസോഡ്. ആള് ഇച്ചിരി കൂടെ കുറവായതുകൊണ്ട് ഇന്ന് നമ്മള് വളരെ ചെറിയൊരു സാധനമാണ് റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബീഫ് റിലേറ്റഡ് ബീഫ് സാധനമാണെന്ന് മനസ്സിലായി. കൊച്ചിക്കാർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ആണോ? ആണ് പറയുന്നത്. കൊച്ചിക്കാരെ തലയിൽ വെക്കൽ സംഭവം ഉപ്പിലിട്ട് വേവിക്കും നമ്മൾ. ഉപ്പ് കല്ലുപ്പ് ഇട്ട് വേവിക്കാം. കല്ലുപ്പിലിട്ട് വേവിക്കും. കല്ലുപ്പിട്ട് മസാല ഒന്നും അത് ഇടൂല. മസാല ഇല്ല. മസാല ഇല്ല. പൊടി ഐറ്റംസ് അങ്ങനെ കുറവാണ്. ബീഫ് സൂപ്പ് പോലത്തെ ഒരു സാധനം. അത് നമ്മള് പുട്ടിൽ കുഴച്ചടിക്കും. അങ്ങനെ ഒരു ഡിഷ് ഉണ്ട് ഗൈസ്. നമ്മുടെ 4 പേര് ഉള്ളതുകൊണ്ട് സക്സസ് ആണ്. പിന്നെ നമ്മള് പുതിയ യൂട്യൂബ് റവന്യൂ വെച്ച് പുതിയ ഒരു കുക്കർ ഹോക്കിൻസ് ക്വാണ്ടിറ്റി പറയരുത്. ഇല്ല അല്ല 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 പുതിയ കുക്കർ റവന്യൂ വെച്ച് സപ്പോർട്ട് ചെയ്യാം. കപ്പ് മുഖ്യം. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് മസാല ഇല്ലെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് സവാളയൊക്കെ അരിയേണ്ടതുണ്ട്. കുറച്ച് മുളകുണ്ട്. നമ്മളെല്ലാം കൂടെ 1 2 4 5 മുളക് എടുത്ത് പിന്നെ ദാസന് വേണ്ടിയിട്ട് ഒരു മുളക് എക്സ്ട്രാ, അവൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു മുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എരി കൂടിപ്പോയി അവൻ്റെ മണ്ട നമ്മൾ പൊട്ടി. എന്തെങ്കിലും അക്കൂസിന്റെ കുറച്ച് ടിപ്സ് ആൻഡ് ടിക്സ് അല്ലേ? എൻ്റെ മണ്ടയിൽ വെച്ചങ്ങ് അരിഞ്ഞാൽ മതി ഒരു സൈഡിൽ നിന്ന്. ഒന്നരിഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ പൊന്തയിൽ വെച്ച് ഇങ്ങനെ അരിയാം. അപ്പൊ അടിയിലുള്ളതിൽ വെട്ട് വീഴൂലേ? ആ ഉള്ളിയെ കളയും വന്നിട്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തേ. നമ്മുടെതാണ്. പാർക്ക് ചെയ്തേ. അടുത്ത പോഡ്കാസ്റ്റിന്റെ ലൊക്കേഷനാണ് നമ്മുടെ പ്രൈവറ്റ് ജെറ്റാണ്. നമ്മുടെ യൂട്യൂബ് റവന്യൂ ആണോ പോയത്? ഇനി ഇങ്ങനെ പല വണ്ടികളും മേളിൽ പറന്ന് നടക്കും. നമ്മുടെ യൂട്യൂബ് റവന്യൂ ആണോ പോയത്? എന്തൊരിത് നല്ലത് ഞാൻ അരിഞ്ഞു. ഇങ്ങനെയാണ് അരിയണത്. ഈ ട്രിക്ക് ആരും വീട്ടിൽ ട്രൈ ചെയ്യണ്ട. അരിഞ്ഞ് കളിക്കും പോലെ എനിക്ക് പറ്റണ പണി ചെയ്തോ. റെസിപ്പി കിട്ടിയത് റെസിപ്പി ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് കിട്ടിയത്. ലാറ്റ്വിയെന്ന് വിഘ്നേഷ് അയച്ചു. ലാറ്റ്വിന്ന് വിഘ്നേഷ് ഒരു റീൽ അയച്ചു തന്നിട്ട് പറഞ്ഞ് ട്രൈ ദിസ്. വിഘ്നേഷ് അവിടെ ഇങ്ങനെ സ്റ്റാർ ആവണം. അല്ലടാ, സ്പോൺസർ പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ല, വിഘ്നേഷ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു തള്ളിക്കളയില്ല. വിഘ്നേഷ് പറഞ്ഞ പോഡ്കാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ്. വിഘ്നേഷ് സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ ആ സിനിമ. പടം ഞാൻ ചെയ്യൂല, നീ എന്നെ മെയിൻ അയക്കൂ. പറഞ്ഞോ. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതക്കുകയാണ്. ചെറുതായിട്ട് ചതഞ്ഞാൽ മതി. വലുതായിട്ട് ചതക്കണ്ട, ചെറിയ വെളുത്തുള്ളി അല്ലേ? മതി നന്നായിട്ട് ചതക്കണുണ്ടല്ലോ. നീ ഇത് അരയ്ക്കുന്നുണ്ട്. അരച്ച് പേസ്റ്റ് ആക്കിയില്ലേ? ഇല്ല ഇന്ന് നമ്മൾ ചെയ്യാത്ത വേറെ ഒന്നും അല്ല. നന്ദു മെയിൻ ആവണമെന്ന്. ഞാൻ മെയിൻ ഒന്നുമല്ല. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണ് സ്വന്തമായിട്ട് നമ്മൾ ചെയ്തില്ല എന്ന് പറയരുത്. നന്ദു മെയിൻ ആവണം. എവിടെ വന്നാലും മെയിൻ ആവും. അഫ്ഗാനി ഒരു പ്രാവശ്യം മെയിനായി. നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഇത് നല്ല, അത് നല്ലതാണെന്ന് ആര് പറഞ്ഞു? നല്ല കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ കൊണ്ട് ചിക്കൻ കഴുകിയിട്ട് സെറ്റ് ചെയ്തു. കുറച്ച് ചിക്കൻ റബ്ബറായി പോയല്ലോ. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് പണിയെടുക്കാൻ ദാസൻ ചേട്ടൻ ഏറ്റവും ടഫസ്റ്റ് പണി. അവിടെ കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചതച്ചാ പോതായിരുന്നാ? അതൊക്കെ ദാസന് സിമ്പിൾ മിണ്ടാ. ഇഞ്ചി ചതക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന് ഇതാണ്ട് നമ്മൾ എളുപ്പമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാം. ഇങ്ങനെ വാരിയിടുക എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പണിയാണ്. എല്ലാവർക്കും ചെയ്യാം. ഇങ്ങനെ വാരിയിടുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാവുന്ന പണിയാണ്. നല്ല ഇളം ബീഫിന്റെ ഇളം പോത്തിന്റെ ഇറച്ചി, ഇളം പോത്തിന്റെ മട്ടൻ. ഇത്രയേ ഉള്ളൂ. സവാള ഇടണം. പിന്നെ സവാള, കുറച്ച് ഇഞ്ചി ചതച്ചത്, വീണ്ടും വെളുത്തുള്ളി കുറച്ച് സവാള കുറച്ച് അധികം കേട്ടോ. പിന്നെ അല്പം എരിവിന്, കാരണം മസാല ചേർക്കാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഒരു 10 എണ്ണം ഇങ്ങനെ വെട്ടിക്കണം. ഇങ്ങനെ പൊളിക്കണം കേട്ടോ. പച്ചക്കിടരുത്, നടുക്കൊരു ഗ്യാപ്പ് ഇടണം. എന്നാലേ അതിന്റെ ഇതങ്ങ് ഊറി ഇറങ്ങും. എരിവ് ഒട്ടിയാൽ മതിയായിരുന്നു. ഇനി നമ്മൾ കുറച്ച് ഉപ്പിടും. കല്ലുപ്പ് മസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത്രയും മതിയാവൂലേ? ഇത്ര മതിയാ? ഉപ്പല്ലേ? ഉപ്പിലിട്ടതിന് കുറച്ചുകൂടെ കിട്ടും. ബീഫിന് കുറച്ച് കൂടുതൽ ഉപ്പ് വേണം. ഞാൻ നമുക്ക് പിന്നീട് ഇടാം. ഇല്ല, സത്ത് കേട്ടണ്ടേ? ഫ്ലേവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. എങ്ങനെ ഉരുളക്കിഴങ്ങ് ഇടാൻ പറ്റൂലേ? ഉരുളക്കിഴങ്ങ് ഇടാമോ? കുറച്ച് മതി. ഞാൻ ചുമ്മാ പറഞ്ഞാണേ. മതി.
ഇനി അടുത്തതായിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് സ്പൈസസ്, കുറച്ച് കറിവേപ്പില, ഏലക്ക, പുതിന ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ സാധനങ്ങൾ. കേട്ടോ കുറച്ച് ലാവിഷ് അങ്ങനെ വെതറി ഇടണം. കുറച്ച് ജീരകം ഇടണം, കുറച്ച് മതി കേട്ടോ. കുറച്ചും കൂടി ഇട്ടോ. ജീരകം കുറച്ച് പിന്നെ പറഞ്ഞ തക്കാലം എന്തോ തക്കാലം ഇത് ഒരെണ്ണം ഇടണം, ഒരെണ്ണം. ഇനി നമ്മൾ കുറച്ച് ലാസ്റ്റ് സ്പൈസസ് ലാസ്റ്റ് ആയിട്ടുള്ള സ്പൈസ് അല്ല, ഇൻഗ്രീഡിയൻറ്റ്. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് കറിവേപ്പില. എല്ലാവർക്കും ഇടാം ആവശ്യത്തിന്. എത്ര പേര് കുക്ക് ചെയ്യുന്നുണ്ടോ അത്രയും പേര് ഇടണം. അത്രയും പേര് ഇടാം. ഫുൾ വെജ് ഇൻഗ്രീഡിയന്റ്. ബീഫിന്റെ ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ഇടുവോ? എടാ പോടാ, ചുമ്മാ അവന് പ്രാന്ത്. എടാ നീയാണ് ഇത്ര ഇട്ടത്. പറക്കത്തെളിയല്ലോ ബസ്സല്ല. ഇനി അടുത്തത് പച്ച ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത് പുതിയതല്ല. ഈ വെളിച്ചെണ്ണ ഇട്ടിട്ട് നമ്മൾ തന്നെ കൂടി പോയി മതി. ഇവൻ ഒഴിക്കാൻ അറിഞ്ഞൂടാ. അതില് നല്ല കൊഴുപ്പുണ്ട് ബീഫില്. ഇത്തിരി കൂടി പോയിട്ടോ. എന്നിട്ട് നീ ഒഴിക്കാൻ നോക്കിയല്ലേ? എടാ ഇവൻ ഒഴിക്കാൻ അറിഞ്ഞു. ഞാൻ വെച്ച് നല്ല സ്റ്റൈലിൽ പയ്യെ ഒഴിക്കും. കൈയിട്ട് തിരുമ അത് അവൻ തന്നെ കൊടുത്തു. സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഫുൾ സപ്പോർട്ട് ബ്രോ. വെളിയിൽ പോണേട്ടെ അവൻ തിരുമി. ഞാൻ തിരുമി കാണിച്ചാൽ നീ മാറി കാണാൻ കൊണ്ട് നിനക്കൊരു ആരോഗ്യമില്ല. അതുകൊണ്ടല്ലേ എണ്ണ അളവ് അറിയാതിരിക്കാനാണ് തോന്നുന്നത്. നോട്ട് ഇല്ല ഒന്നും ആയില്ല. കണ്ട ഇങ്ങനെയാണ് തിരുമാൻ, അല്ലാതെ ഇങ്ങനെയല്ല. നന്നായിട്ട് തിരി, അതായത് മസാജൊക്കെ ചെയ്ത് ഇങ്ങനെ കണ്ടോ, മീറ്റ് നന്നായിട്ട് ഇതാവണം. വെള്ളം ഒഴിക്കൂടാ? ഇല്ല വെള്ളം ഒഴിക്കില്ല. നമ്മളിത് അടിപൊളിയായിട്ട് തിരുമിയിട്ടുണ്ട്, മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്ത് മസാല പിടിക്കണം. എന്നിട്ട് നമ്മൾ വെക്കും. അടുപ്പിൽ വെക്കും, കുക്കറിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ തേങ്ങ തിരുമുന്നുണ്ട്. പിന്നെ പുട്ടിനുള്ള മാവ് കുഴക്കണം. ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാത്തോണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ രണ്ടുപേരും അറിഞ്ഞൂടാതെ കളഞ്ഞിട്ട് പോയി. ഈ സെയിം ഡയലോഗ് തേങ്ങ പൊട്ടിച്ചപ്പോഴും ഇവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ഒരു കിഴങ്ങ് അറിഞ്ഞൂടാ. അപ്പൊ ഇപ്പൊ എത്ര പേർക്ക് വേണം പുട്ട്? നമുക്കൊരു ഇതെല്ലാം കൂടെ. നീ എത്ര കുറ്റി കഴിക്കും? 250 ഗ്രാം. 250 ഗ്രാം വെച്ച് വേണ്ടി വരും. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് വേവാൻ 5 വിസിലാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത്. നമ്മൾ 4 വിസിൽ വരെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുട്ട് കയറ്റും. പുട്ടെടുത്ത് അതിന്റെ മുകളിൽ വെക്കുന്ന ഒരു പ്രത്യേക ട്രിക്കുണ്ട്. അത് നമ്മൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് ഈ സേഫ്റ്റി വാൽവ് ഇളക്കിയിട്ട് പുട്ട് അതിലിട്ടിട്ട് ഇതിൻ്റെ അകത്ത് വെക്കും. അപ്പോഴാ സ്റ്റോക്കിന്റെ ആ സാധനങ്ങളൊക്കെ കയറ്റി പുട്ട് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, അടിപൊളിയായിരിക്കും. പൊക്കിക്കോ, ബലം കൊടുക്ക്. ഒന്നും അറിയില്ല. എന്താ നോക്ക്, നോക്കടാ 90% വേവ് മതി. വെന്തില്ലേ? ഉപ്പൊക്കെ ഉണ്ട്. ടേസ്റ്റ് കൊള്ളാമോ നോക്ക്. കുറച്ച് ആ തവി കുറച്ച് വെള്ളം കയറ്റിയാലോ? ഇപ്പൊ തന്നെ വെള്ളം അതിനകത്ത്. കുറച്ച് വെള്ളം കയറ്റാടാ, കുഴപ്പമില്ല. ചാറ് വേണം അല്ലെങ്കിൽ പറഞ്ഞില്ല അതിൻ്റെ അകത്ത് തീർച്ചയാർക്കരുന്ന്. ഈ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. കുറച്ച് ബീഫ് ഇതിനൊരു മേമ്പൊടി വെള്ളം ഒഴിക്കും. ഞാൻ കഴിവട്ടെ. കടിക്കാൻ വല്ലതും വേണോ? കടിക്കാൻ നമുക്ക് എന്തെങ്കിലും വേണം. അതുകൊണ്ട് നമ്മളിപ്പം ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഓക്കെ, ഇനി ഉരുളക്കിഴങ്ങ് ഇതില് പിടിക്കോ? പിടിക്കുമെന്നാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവനെ പിടിപ്പിക്കും. ഓക്കെ, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടെ വേവിക്കാം. ഇളം ബീഫിന് കുറച്ച് മുറ്റാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ 3-4 ഇത് നമ്മള് ന്യൂ ഇയർ 31-ാം തീയതിയാണ് ചെയ്യുന്നത്. അതെ. ഇത് ഡിസംബർ 31 അപ്പോൾ അന്ന് നമ്മൾ ഒരു ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു വൈബിന് വേണ്ടി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അലിഞ്ചോന്ന്
ജാനുവരി 31. ഉരുളക്കിഴങ്ങും വന്നില്ല. ബീഫ് എന്തെന്നുണ്ടോ? ഇനി ഇത് സ്റ്റോക്ക് നോക്ക്. വല്ല പറയടാ. മോളിൽ എണ്ണ അതില്ലേ? നീ വേറെ ആരെങ്കിലും കൊണ്ട് വിളിച്ചാണ്. നമ്മളിവിടെ മൊനയിലാണ് ഇരിക്കുന്നത്. ഉണ്ട്. എന്നാലും നേരത്തെ നല്ല എരി ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇൻബിൽഡ് ആയിട്ട് ചില ഉപ്പ് ഉണ്ടെങ്കിലോ. നേരത്തെ കാലം ഇത് ഭയങ്കര കുറവാണ്. നല്ല കുറഞ്ഞു ചൂടാണ് കേട്ടോ. നീ ഒന്നും വീണില്ല. വീഡിയോയിലേക്ക് എത്തിക്കാം. നല്ല കുറവുണ്ട്. എടാ ഇത് ഉപ്പില്ല. നേരത്തെ ശരിയാണ്. ഒരു ചെറിയ പീസ് എടുത്താണ്. ചെറിയ കുറവുണ്ട്. നല്ല കുറഞ്ഞടാ. ഉരുളക്കിഴങ്ങ് മാറ്റി. എടാ സംഭവം എന്തായിരുന്നു അറിയാമോ? ആദ്യം ഉപ്പ് ഇത് വെന്തില്ലായിരുന്നു, ഇറച്ചിയിൽ ഉപ്പ് പിടിച്ചില്ല. മനസ്സിലായോ? ഉരുളക്കിഴങ്ങ് ഉപ്പ് ഇത് വേഗമില്ലടാ. ഇത് പിടിച്ചാ എന്താ ഇത്? ഇത് നിങ്ങൾ ബീഫ് തന്നെ വാങ്ങിയത്? ഇതെന്തിങ്ങനെ പറ. പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും. അതല്ല, ഇതാ പുട്ട് വെക്കണ കാര്യം. തള്ളി. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് പുട്ട് ഇതിൽ തന്നെ വേവിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി പുട്ടുണ്ടാക്കാൻ പോവാണ്. പുട്ടിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ ഇടുക. തേങ്ങ കൂടുതലിട്ടോ, ഒരുപാടുണ്ട്. കേട്ടോ? എന്നിട്ട് നടുക്കെത്തുമ്പോ കുറച്ചുകൂടെ തേങ്ങ വെച്ചോ. ഇത് കേട്ടിട്ടുണ്ടേടാ? അതൊന്നും കേട്ടണ്ട, അത് കുത്താൻ. ഇതെന്തിനാ അതിന് കേട്ടണത്? അല്ല, ഇത് പിന്നെന്തിനു വെച്ചേക്കണത്? ഓക്കെ, ഇനി നമുക്ക് ബീഫിന്റെ ആവി വരുന്ന സാധനത്തിനകത്ത് പുട്ട് കുറ്റി കയറ്റാം. അത് ഹോള് നോക്കിയിട്ട് കയറ്റിക്കോ. സെറ്റാണോ? ഉരുളക്കിഴങ്ങ് പൊളി ടേസ്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. ഉരുളക്കിഴങ്ങ് പൊളി ടേസ്റ്റാ. ഉപ്പ് പുട്ടായിരിക്കാണ്. കുറച്ചുകൂടെ ഇല്ലേ? അതെങ്ങനെ മണപ്പിച്ച അറിയാമോ? ഇപ്പൊ വെച്ചല്ലേ ഉള്ളൂ. ആവി വന്നാ വെന്ത് കാണും. എനിക്ക് ആ പുട്ടില് ആ സ്റ്റോക്കും കൂടെ കേറിയിട്ടുള്ള ഒരു അതുണ്ട്. പുട്ടിലെ സ്റ്റോക്ക് കയറോ? ഇത് നീരാവിയല്ലേ ഇതില് വരണത്? നീരാവി എങ്ങനെയാ ഉണ്ടാവണത്? നീരാവി വെള്ളമായിരിക്കൂലേ? അത് സ്റ്റോക്ക് സ്മെല്ല് വരും. വെള്ളം. പുട്ടായി തട്ടിക്കോ. എന്ത് കാണണം? നല്ല ഇളം പുട്ട് നശിപ്പിച്ച് അതിന്റെ ലുക്ക് പോയി. അതെന്തൊരു സൗണ്ട്? ഇങ്ങനത്തെ ഒരു വിളി ഞാൻ കേട്ടിട്ടില്ല. ഈശ്വരാ, ഏത്തിസ്റ്റുമാരാണല്ലോ ഇരിക്കുന്നത്. അല്ല, ഏത്തിസ്റ്റുകാർക്ക് പ്രേതത്തെ വിശ്വാസമുണ്ട്. അതെനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ. എല്ലാ ഏത്തിസ്റ്റുകാർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. ഒരു പ്രേതത്തിനെ പേടിക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിനി ഇത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. മാറ്റട്ടെ ദാസാ? നല്ല നാച്ചുറൽ ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നി. അയ്യോ, അടിയിൽ കുറച്ച് പിടിച്ചാൽ അത് കാണിക്കണ്ട കേട്ടോ. ഇത് കുക്കറിന്റെ അടിയിലുള്ള. നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോ ഒരുപാട് പുട്ട് അവിക്കാതിരിക്കുക. പെട്ടെന്ന് എടുക്കുക. വെള്ളം പോകും. സ്റ്റോക്ക് വാട്ടർ തീരുന്നതിന് മുന്നേ എടുക്കുക. സ്റ്റോക്കിലാണ് എല്ലാം. സ്റ്റോക്കിലാണല്ല, ഇതിൽ സ്റ്റോക്ക് വാട്ടർ ഉണ്ട്. അപ്പൊ ബീഫും പുട്ടും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ബീഫിന്റെ സ്റ്റോക്ക് ഇത്തിരി വറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം എനിക്ക് തന്നെ ഇടുന്നു. എനിക്ക് തന്നെ ഇടുന്നു. ഇനി അടുത്തത് ബിആറിന് ഇടുന്നു. നല്ലതായിട്ട് ഇട്ട് കൊടുക്കും. വലിയ അണ്ടാവിലൊക്കെയാണ് കഴിക്കണത്. നിങ്ങൾ ഇതിന്റെ ലുക്ക് നോക്കണ്ട, ചിലപ്പോ നല്ലതായിരിക്കും. അതെ, നമ്മള് അതിന്നും ബെറ്റർ. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലായിരുന്നു ഫിറോസിക്കാര്. അതേപോലെ നമ്മളും പറയണം. കണ്ണീര് തുടച്ചിട്ട് പറയണം. സത്യസന്ധമായിട്ട് പറയട്ടെ, പുട്ടി കുഴിക്കാൻ കൊള്ളാം. നല്ല രസമുണ്ട്, നല്ല രുചിയുണ്ട്. ഉപ്പ് മാറിയാ? പുട്ടിൽ കുഴച്ചപ്പോ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ലേശം കുറവുണ്ട്. എന്തോ ഇഞ്ചിയൊക്കെ കിട്ടി. എനിക്ക് ഇഞ്ചിയുടെ ആദ്യം കിട്ടിയ പീസ് എന്ന് പറയുന്നത്. ഇഞ്ചി ഏത് പീസ്? ബീഫ് നല്ല എന്ത് ഇങ്ങോട്ട് വലിഞ്ഞു വരുന്നില്ല. ഹോണസ്റ്റ് ഒപ്പീനിയൻ പറ. ഹോണസ്റ്റ് ഒപ്പീനിയൻ സൂപ്പർ ആയിട്ടുണ്ട്, കിടില സാധനം. ഞാൻ പറയട്ടെ ഹോണസ്റ്റ് പറയണമെങ്കിൽ സാധനം കൊള്ളാം. പക്ഷേ അതില് ഞാൻ പറഞ്ഞു ബീഫിന് ശകലം
വേവ് കുറവുണ്ട്. പിന്നെ ബാക്കി ഇപ്പം ഉപ്പ് ഓക്കെ ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. ഉപ്പ് കുഴപ്പമില്ല. പുട്ടിന്റെ കൂടെ പുട്ടിന്റെ mix ചെയ്യാൻ ഉപ്പ് ഓക്കെ ആണ്. ബീഫ് മുറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഇത് ആക്ച്വലി കുറച്ച് സ്റ്റോക്ക് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. നല്ലതായിട്ട് ഇതിപ്പോ പെരട്ട് പോലെ പോയി. എന്നാൽ സൂപ്പറാണ്. നല്ല സാധനമാണ്, ട്രൈ ചെയ്യാന്നുള്ളത്. നമ്മൾ എന്തായാലും ഇത് ഒന്നും കൂടെ ഇവിടെ ചെയ്യും. വീഡിയോക്കല്ല, വെറുതെ നമ്മൾ കഴിക്കും അല്ലേ. പിന്നെ നല്ല രുചിയുണ്ട്. കൂടുതൽ ആവിയിൽ കുറെ പുട്ട് വേവിക്കാൻ നിൽക്കരുത്. അതെ, ഒറ്റ പുട്ടേ വേവിക്കാം. ഒറ്റപ്പെട്ട വേവിക്കാവും. മതിയാക്കണേ. സ്റ്റോക്ക് അത്രയും പോകും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളെ റെസിപ്പി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. 2025 എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. 2025. ഓക്കെ, അപ്പൊ ശരി, ബൈ ബൈ. അതെവിടെ അടച്ചത്? നീ അത് ഇരുട്ടാക്കിക്കോളണം.